ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആഷ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് ഗെയിം പ്ലേയുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്, അതും മൈൻക്രാഫ്റ്റ് ട്രയൽ. ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്, അത് മൈൻക്രാഫ്റ്റ് ട്രയലിൽ. അല്ലാതെ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും ഗൈസ്, പക്ഷേ മൈൻക്രാഫ്റ്റ് ട്രയലിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും പെട്ടെന്ന് കിട്ടണമെന്നില്ല, കാരണം ക്രിയേറ്റീവ് മോഡില്ല. ക്രിയേറ്റീവ് മോഡിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷേ സർവൈവലിൽ മൈൻക്രാഫ്റ്റ് ട്രയലിൽ ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർ കുറവായിരിക്കും. സോ നമ്മളിന്ന് അതുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതാ നമ്മുടെ വേൾഡ് ഓപ്പണായി. എല്ലാവരും ഇവിടെ തന്നെയാണ് ഇറങ്ങാറ് സാധാരണ. ഓക്കെ, സ്റ്റാർട്ട് ട്രയൽ. അപ്പോൾ നല്ല ബ്ലറുണ്ട് ഗൈസ്, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ കുറവാണ്, നിങ്ങൾക്കറിയാമല്ലോ. ആകെ 342 പേരെ ഇതുവരെ ഉള്ളൂ. സോ എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കാരും മറക്കല്ല ഗൈസ്. അപ്പോൾ ഇതാ ഈ സ്ഥലത്ത് ഒരു ചെസ്റ്റ് ഉണ്ട്, അതിനായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പൊട്ടിയൊരു പോർട്ടലുണ്ട്, പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സോ ജസ്റ്റ് തുറന്ന് നോക്കിയാൽ ഗൈസ്, നമുക്ക് ഫ്ലിൻറ്റ് കിട്ടും, കുറച്ച് അയൺ നഗറ്റ് കിട്ടും, ഗോൾഡൻ നഗറ്റ് കിട്ടും, ഒരു ഒബ്സിഡിയൻ കിട്ടും, പിന്നെ ഒരു സ്വാഡ് കിട്ടും ഗൈസ്. ഓനോ നമ്മളുടെ റീത്ത് പോയി, എനിക്ക് റിപ്പം ചാവും. കുറച്ചുമധികം ഹാർട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി നമുക്ക് കുറച്ച് വുഡൊക്കെ എടുക്കണം, കാരണം നമ്മൾ ഇന്ന് ഫുൾ പ്ലാനിങ് ആണ് ഗൈസ്. ഫുൾ പ്ലാനോടെയാണ് നമ്മൾ ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സോ നമുക്കൊന്നും സംഭവിക്കില്ല, നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നെതറിൽ ചെന്നെത്തും ഗൈസ്. അതിന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം. വേഗം വുഡൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കുറച്ച് ഉടൻ ബ്ലാങ്കൊക്കെ ഉണ്ടാക്കി, ക്രാഫ്റ്റിൻ്റെ ബ്ലാക്ക് ഉണ്ടാക്കി സ്ഥലത്തോട്ടൊക്കെ പോകണം. കടലിലൂടെയൊക്കെയാണ് യാത്ര, അതുകൊണ്ട് ബോട്ടൊക്കെ വേണം, അതുകൊണ്ട് നമുക്കിതിലധികം വുഡ് വേണം ഗൈസ്. ഓക്കെ ഗൈസ്, അത്രയും മതി. നമുക്ക് ഇവിടെ ഉള്ള എല്ലാം കളക്ട് ചെയ്യട്ടെ. ഓക്കെ, നമുക്കിനി ഒരു സ്ഥലം വരെ പോകണം. ഇതാ നിങ്ങൾ ചെല്ലേണ്ടതാ, ഇവിടെ ചെല്ലുക, എന്നിട്ട് നേരെ അപ്പുറത്തെ അയനിലോട്ട് പോവുക. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ചെസ്റ്റ് എടുത്തില്ലേ, അതുപോലെ അവിടെ സാൻഡ് ഡെസേർട്ടിലും ഒരു ചെസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് അറിയാവുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അറിഞ്ഞുകൂടാത്ത ആളുകളാണ് കൂടുതലും. അവിടെ ഒരു ഹിഡനായിട്ടൊരു ഇതിരിപ്പുണ്ട്. സോ ഗായ്സ്, നമ്മൾക്ക് ഇത് തന്നെ ഗൈസ്, കുറച്ചും കൂടെ ദൂരമേ ഉള്ളൂ. അവിടെ ചെന്ന് കുറച്ച് സാൻഡൊക്കെ ഡിഗ് ചെയ്തെടുത്താൽ നമുക്ക് സാധനം കിട്ടും ഗൈസ്. ഇതല്ല അപ്പുറത്താണ്, സോറി ഗൈസ്, അപ്പുറത്തെ സൈഡിലാണ്, നിങ്ങളത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പുറത്തെ സൈഡിലാണ് ഇല്ലേണ്ടത്. അപ്പോൾ കണ്ടോ, രണ്ട് വലിയ ട്രീസൊക്കെ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ ക്ലൂ ഒക്കെ ഓർത്ത് വെക്കുക, ഓരോ സ്പോട്ടും നല്ല ഓർത്ത് വെക്കുക. അതാ ഇവിടെ നിന്ന് നേരെ തിരിയുമ്പോൾ കണ്ടോ, ഒരു കട്ട ഇവിടെ നിൽക്കുന്നത്, അത് കഴിഞ്ഞ് 3 കട്ടയുടെ ഇപ്പുറത്ത് ഒരു ഗ്യാപ്പുണ്ട്. അങ്ങനൊരു സ്ഥലം ഇവിടെയുണ്ട്, അവിടെ ഡിഗ് ചെയ്യുക, ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് ഡിഗ് ചെയ്യുക. ഉണ്ടെങ്കിൽ ഇതൊരു 3-4 കട്ട ആകുമ്പോൾ ഗൈസ് നമുക്ക് ആ ചെസ്റ്റ് കിട്ടി. നമ്മൾ ആ ചെസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി ആ ചെസ്റ്റ് തുറന്ന് നോക്കാം ഗൈസ്. അതിനേക്കാൾ വലിയ അത്ഭുതം, നമുക്ക് അയൺ ഇങ്കട്ട് കിട്ടും, നല്ല ചെസ്റ്റ് പ്ലേറ്റ് കിട്ടും, പിന്നെ 3 ഡയമണ്ട് കിട്ടും ഗൈസ്. അതാണ് അതിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. പിന്നെ ഗോൾഡ് കിട്ടും, ഗോൾഡൻ സ്വാഡ് കിട്ടും, TNT വരെ കിട്ടും ഗൈസ്. നമുക്ക് ആർമർ ഉൾപ്പെടെ കിട്ടും. പിന്നെ പറയണ്ട, നമ്മളിപ്പം നെതറിൽ പോയിട്ടൊരു പൊളി ഒഴിക്കും ഗൈസ്. സോ ഗൈസ്, നമുക്ക് ജസ്റ്റ് മേളിൽ കയറാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു നൂബാണ്, എനിക്ക് എല്ലാം പഠിച്ചു വരുന്നതൊക്കെ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് റൈറ്റിലോട്ട് പോകണം. യെസ് ഗൈസ്, നമ്മൾ റൈറ്റിലോട്ട് പോവുകയാണ്. ഇനി നമുക്ക് കുറച്ച് വാട്ടർമെലൺ കളക്ട് ചെയ്യണം ഗൈസ്, കാരണം നെതറിലോട്ടാണല്ലോ പോകുന്നത്, അവിടെ ഫുഡിൻ്റെയൊക്കെ ആവശ്യം വരും. പിന്നെ പിക്ലിങ്സൊക്കെ ഉണ്ടെങ്കിൽ അതും പണിയാണ്, അവരോട് ഉടക്കാൻ നിന്ന് നല്ല പണി കിട്ടും. പിന്നെ ഇപ്പം തന്നെ നമ്മൾ 2 ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരു പൊട്ടിയ ഇത് തന്നെയാണ് ഇരിക്കുന്നത്, പോർട്ടൽ തന്നെയാണ് ഉള്ളത്. അത് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒബ്സിഡിയനേ ഉള്ളൂ. ഇനി 2 ഒബ്സിഡിയൻ
2 ഒബ്സിഡിയൻ അവിടെ ഉള്ളൊരു ചെസ്റ്റിൽ നിന്ന് കിട്ടും ഗൈസ്. അതും കുറച്ച് പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്, അതുകൊണ്ട് വലിയ സീൻ കാണത്തില്ല. പിന്നെ അത് മാത്രമല്ല ഗൈസ്, അവിടെ ചെന്നാൽ നമ്മളൊരു ഐലൻഡിലായിരിക്കും പെട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ കുറേ ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. അതൊക്കെ മുൻകരുതി പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. കണ്ടോ ഗൈസ്, ഇവിടെ ചെന്നിട്ട് നേരെ പോകണം. നേരെ എന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്യണം. അതിന് കുറച്ചുകൂടെ പ്ലാങ്കൊക്കെ വേണം. പിന്നെ നമുക്ക് കുറച്ച് പൊട്ടിക്കാനും മൈൻ ചെയ്യാനൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കും കൂടെ എടുക്കാം, കാരണം കുറേ വെപ്പൺസൊക്കെ നമുക്ക് ഇനി ഉണ്ടാക്കേണ്ടി വരും. ഇനി നമുക്ക് ബോട്ട് ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ സ്പോൺ ചെയ്യാം. അങ്ങനെ ഓക്കെ ഗൈസ്, ബോട്ട് കാണുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് ബോട്ടല്ലാതെ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാം. യെസ് ഗൈസ്, നമുക്ക് ബോട്ട് കിട്ടി. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം. ക്രാഫ്റ്റ് ടേബിളിന് അവിടെ ചെന്നിട്ട് ആവശ്യമുണ്ട്. നമ്മൾ പോകാൻ പോകുന്നത് വളരെ ദൂരെയാണ്, ഇത്തിരി ടൈം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ബോട്ടിൽ പോകുന്നത്, പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇനി അവിടെ ചെന്ന് നെതറിൽ ചെന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇത് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് നെതറിൽ എത്താമെന്ന് മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. സോ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളൊരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ കമൻറ്റിലൂടെ ഇനി ഞാൻ എന്ത് ഗെയിം പ്ലേ ആണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കുക. ഓക്കെ ഗൈസ്, ഇതല്ല നമ്മുടെ ഐലൻഡ്, കുറച്ചും കൂടെ ദൂരമുണ്ട്. അതാണ് ഐലൻഡ് നമ്മളിപ്പോൾ നേരെ കാണുന്നത്. അവിടെ ചെന്ന് കുറച്ച് ക്ലൂ ഒക്കെ വെച്ചാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അവിടെ പോയാൽ നമുക്ക് പോർട്ടൽ കിട്ടും. യെസ് ഗൈസ്, ഇവിടെ ഇറങ്ങാം നമുക്ക്. ഇറങ്ങിയിട്ട് ഗൈസ് ഇതാ ആ സൈഡിലോട്ടാണ് പോകേണ്ടത്. ഓ ഗൈസ്, ഞാൻ എത്തിയാണ്, സാരമില്ല. യെസ് ഗൈസ്, നമ്മൾ കയറി. ഒരു പശു നിൽക്കുന്നുണ്ട്, അതിനെ കൊന്നാലോ? അല്ലേ വേണ്ട, നമ്മളുടെ ലക്ഷ്യം അതല്ല. ഓക്കെ ഗൈസ്, ശരിക്കും വന്നെത്താൻ ഉദ്ദേശിച്ച സ്ഥലം അവിടെയാണ്, പക്ഷേ നമ്മൾ വന്നിത്തിരി സൈഡിലോട്ടായിപ്പോയി. അത് സാരമില്ല. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒക്കെ ട്രീസ് ഉണ്ടല്ലോ ഗൈസ്, അതിൽ സിക്സാഗ് പോലെ നിൽക്കുന്നൊരു ട്രീ കാണാൻ പറ്റും. ആ ട്രീയുടെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് നേരെ പോകുമ്പോഴാണ് നമുക്ക് അത് കിട്ടുന്നത് ഗൈസ്. ഇവിടെ കുറേ സിക്സാഗായിട്ടുള്ള മരങ്ങളുണ്ട്, എന്നാലും ഇതാണ്ട് ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സിക്സാഗ് മരം. അവിടെ നിന്ന് നമുക്ക് നേരെ പോകണം. ഇത് കയറി കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഗൈസ്, ഇവിടെ നേരെ നമുക്ക് എത്തുമ്പോൾ കണ്ടോ ഗൈസ്. യെസ് ഗൈസ്, നമ്മൾ കണ്ടുപിടിച്ചു. കണ്ടോ, ദൂരെ ഒരു ഗോൾഡിൻ്റെ കട്ട നിൽക്കുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ പോർട്ടൽ. യെസ് ഗൈസ്, ഇത് മുക്കാലും ഫിനിഷ്ഡാണ്. ചില വേൾഡിൽ ഇത് മുക്കാലും ഫിനിഷ്ഡ് ആയിരിക്കുമല്ലോ ഗൈസ്, അതാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത്. ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. ആ ചെസ്റ്റിലാണ് വീണ്ടും കുറച്ച് ഒബ്സിഡിയൻ കിട്ടും, പിന്നെ കുറച്ച് ആക്സ് കിട്ടും, വീണ്ടും ഒരു സ്വാഡ് കിട്ടും. സ്വാഡ് ഇപ്പോൾ നമ്മൾക്ക് 3 എണ്ണം കിട്ടും ഗൈസ്, കാരണം നമ്മൾ ആദ്യം ഒരു ചെസ്റ്റിൽ നിന്ന് എടുത്ത് കുറച്ച് കാര്യങ്ങൾ. ഓക്കെ ഗൈസ്, ഫയർ ചാർജും കൂടെ എടുത്തേക്കാം, കാരണം ഫയർ ചാർജ് വെച്ചാണ് നമ്മൾ പോർട്ടൽ കത്തിച്ച് പോർട്ടൽ വർക്കിംഗ് ആക്കാൻ പോകുന്നത്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് അവിടെ വെച്ച് നമുക്കിനി ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണം, കാരണം നമുക്ക് അവിടെ ഉള്ളൊരു ആവശ്യമില്ലാത്തൊരു കട്ടയുണ്ട്, അത് പൊട്ടിച്ചളഞ്ഞിട്ട് വേണം 2 ഒബ്സൈഡ് അവിടെ വയ്ക്കാൻ. യെസ് ഗൈസ്, നമുക്കിനി സ്റ്റിക്കും കൂടെ വെച്ചാൽ പരിപാടി കഴിയും. അതാ മേളിലോട്ട് പിക്കാക്സ് ഉണ്ടായിരുന്നു, ഞാൻ മണ്ടനാണെന്ന് തോന്നുന്നു ഗൈസ്. യെസ് ഗൈസ്, നമുക്ക് പിക്കാക്സ് കിട്ടി, നമുക്ക് പൊട്ടിക്കണം. യെസ് ഗൈസ്, അത് പൊട്ടി. നമുക്ക് ഈ ഗോൾഡും കൂടെ എടുത്തേക്കാം, വല്ല ആവശ്യം വന്നാലോ. നമ്മളിപ്പോൾ നെതറിലോട്ടല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ഒബ്സിഡിയൻ എടുക്കണം. ഓക്കെ യെസ് ഗൈസ്, നമുക്ക് 2 ഒബ്സിഡിയൻ അവിടെ വെക്കണം, എന്നിട്ട് കത്തിച്ചാൽ ഇത് വർക്കാവും. ഇതൊക്കെ അറിയാം എല്ലാവർക്കും. യെസ് ഗൈസ്,
ഇനി നമുക്ക് കത്തിക്കാനുള്ള ടൈമാണ്. ഫയർ ചാർജറാണ് കത്തിക്കുന്നത്. യെസ് ഗൈസ്, നമ്മളങ്ങനെ സക്സസ്ഫുള്ളായിട്ടൊരു നെതർ പോർട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക്. ഇനി നമ്മൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഗൈസ്. നമ്മൾ ആർമറൊക്കെ ഇട്ട് സെറ്റാണ്. ഇത്ര ആർമറൊന്നും പോരാ, എന്നാലും ഉള്ളത് കൊണ്ട് വേണം പോലെ. പിന്നെ സ്വാഡെല്ലാം ലെവൽ ചെയ്ത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഗൈസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഒരു നടുക്ക് പെട്ട ഒരു അവസ്ഥയാണ്. കാരണം നമ്മൾ നടുക്കൊരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്താണ് ചെന്നെത്തുന്നത്. അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട്, അതായത് നെതറിൻ്റെ ബാക്കിയുള്ള ഭാഗത്തോട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് കുറച്ച് ഡോട്ട് ബ്ലോക്ക് എടുക്കുകയാണ്. വുഡൻ ബ്ലോക്ക് വെച്ച് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ലാവേ വീണത് കത്തും, പിന്നെ നമ്മളെയും കൂടെ കത്തിക്കും. അതുകൊണ്ട് കുറച്ച് ബ്ലോക്കും കൂടെ ഞാൻ എടുക്കുകയാണ്. സോ എടുത്ത പണിയെല്ലാം പറ്റുന്ന കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം. എസ് കേസ്, നമ്മൾ അങ്ങനെ കുറച്ച് അധികം ബ്ലോക്ക് മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സമയമാണ് ഗൈസ്. നമ്മൾ സ്വാഡൊക്കെ പിടിച്ചങ്ങ് ഒറ്റ പോക്കാണ് ഗൈസ്. ഇനി ഈ വേൾഡ് ലോഡാകാൻ കുറച്ച് ടൈം ഗൈസ്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ഗൈസ്. കാരണം നമുക്കിപ്പോഴേ 342 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നമുക്കിനി കൂട്ടണം. പിന്നൊരു പ്രൊഫഷണൽ യൂട്യൂബറാക്കാൻ നിങ്ങളെല്ലാവരുടെയും പൂർണ്ണ മനസ്സുണ്ടാവണം. പിന്നെ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അത് ഞാൻ പറയുന്നു. കാരണം ഞാനൊരു ന്യൂബ് പ്ലെയറാണ്, അറിയാമല്ലോ. പിന്നെ ഞാൻ ഇനി വേറെ എന്തെങ്കിലും ഗെയിം പ്ലേയും കൂടെ ചെയ്യണമെങ്കിൽ നിങ്ങളതും പറയുക. ഓക്കെ ഗൈസ്, നമ്മുടെ ലോഡായി. നമ്മൾ നെതറിലെത്തി ഗൈസ്. യെസ്, നമ്മുടെ പോർട്ടലും ഇവിടെ തന്നെയുണ്ട്. കാണില്ലേ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലൊരു ചെറിയൊരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. ഇതിന് പ്രത്യേകം പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. യെസ് ഗൈസ്, ഇനി ഇവിടെ നിന്ന് നമുക്ക് മിനിമം ദൂരമാണെങ്കിലും ഇത്തിരി അധികം കട്ട വേണം. അതുകൊണ്ട് ഗൈസ് നമ്മൾ ഈ കട്ടകളൊക്കെ അടുക്കി വെച്ച് ബ്രിഡ്ജാക്കി അപ്പുറത്തോട്ട് പോവുകയാണ്. പിന്നെ ഈ ബ്രിഡ്ജ് മേക്കിങ്ങിലൂടെ നിങ്ങൾ പറയുക, ഇത് ബെഡ് റോക്ക് എഡിഷനാണോ ജാവ എഡിഷനാണോ എന്ന്. ഓക്കെ ഗൈസ്, അതാണ് എൻ്റെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അത് കമൻറ്റ് ബോക്സിൽ കൃത്യമായി അറിയിക്കുക. ഓക്കെ ഗൈസ്, നമ്മളിനിയും കണ്ടില്ലേ ഗൈസ്, കുറേ ദൂരമുണ്ട് അങ്ങോട്ട്. നമുക്കിനി 9 കട്ട വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇത്തിരി കൂടി ബ്ലോക്ക് എടുത്തത്. നമുക്ക് ഹൈറ്റ് കൂട്ടാം. യെസ് ഗൈസ്, നമ്മൾ അവസാനം അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. യെസ്, അല്ല ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നെതറിൽ എത്തിച്ചേർന്നു. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഞാൻ കമൻറ്റിൻ്റെ എണ്ണം വെച്ച് നമുക്ക് നോക്കാം എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന്. ഇവിടെയും പിഗ്ലിങ്സ് ഉണ്ട് കേട്ടോ. ഞാനിത് പീസ്ഫുള്ളാക്കിയാണ് കളിക്കുന്നത്, എന്നിട്ടും പിഗ്ലിങ്സ് ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ ഗൈസ്.